ഹായ് ഗായ്സ്. ഐ നോബഡി ഐ നോബഡി എന്ന് പറയുന്ന പടം കണ്ടു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ നിസാം ബഷീർ, സ്റ്റാറിങ് പൃഥ്വിരാജ് സുകുമാരൻ. അപ്പം ഡയറക്റ്റഡ് ബൈ നിസാം ബഷീർ എന്ന് പറയുമ്പോൾ തന്നെ പേഴ്സണലി എനിക്ക് ഈ പടത്തിനോടുള്ള എക്സ്പെക്റ്റേഷൻ കുറച്ച് കൂടുതലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ തന്നെ പടങ്ങളായ കെട്ടിയോളാണെൻ്റെ മാലാക, പിന്നെ റോഷാക്ക്, 2022 ഇറങ്ങിയ റോഷാക്ക്. പിന്നെ പുള്ളി 2017 ഇറങ്ങിയ പറവയില് അസോസിയേറ്റഡ് ഡയറക്ടറായിട്ടും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം വ്യത്യസ്ത ജേണറിലുള്ള ഒരു സംവിധായകനും നായകനും കൂടി ഒന്നിക്കുമ്പോൾ പടത്തിൻ്റെ എക്സ്പീരിയൻസ് എന്താവുന്നുള്ള ഒരു ആഹ്, ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പടത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ആഹ്, അടിപൊളിയായിരുന്നു. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് കിടിലായിരുന്നു. കാരണം തുടക്കം മുതൽ തന്നെ നമ്മളൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്തു പോകുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ്. ആഹ്, പിന്നെ എടുത്ത് പറയേണ്ടത് ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഇതിൻ്റെ ബീജിഎം, അതുപോലെ തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ്, പിന്നെ ഇതിൻ്റെ കുറച്ച് കുറേ ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ആക്ഷൻ സീൻസൊക്കെ അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പോലും ഇടയ്ക്ക് സ്ലോ ആയിട്ടാണ് പടം പോകുന്നതെങ്കിൽ പോലും ആഹ്, ആ എൻഗേജിങ് നിലനിർത്തി സെക്കൻഡ് ഹാഫിൽ ഇനി എന്തൊക്കെ സംഭവിക്കാന്നുള്ള ഒരു കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ പതിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇൻ്റർവെല്ല് കൊണ്ട് പടം നിർത്തുന്നത്. പിന്നെ പടത്തിലത്തെ കുറച്ച് പോസിറ്റീവ് പോയിന്റ്സ് ഞാൻ പറയാം. അതിലെടുത്ത് പറയേണ്ടത് ഈ സിനിമ പറഞ്ഞു പോകുന്ന സ്റ്റോറി ലൈനാണ്. പിന്നെ സം ഓഡിയൻസ് ക്യാൻ റിലേറ്റഡ്. ചില ഓഡിയൻസിന് ഇതൊരു ഓൾ ഇൻ പാക്കേജ് മൂവി ആയിട്ട് ഫീൽ ചെയ്യാം. കാരണം ഇതിൽ എല്ലാ ടൈപ്പ് എലമെൻസും കാര്യങ്ങളും ഉണ്ട്. അതിപ്പോൾ ഫൈറ്റ് സീൻ ആണെങ്കിലും ഫാമിലി റിലേറ്റഡ് ആണെങ്കിലും പിന്നെ പൊളിറ്റിക്സ്, ത്രില്ലിംഗ് ആൻഡ് എൻഗേജിങ് ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കിട്ടിയ ആ ഒരു ക്യൂരിയോസിറ്റിയും ബിൽഡിങ്ങും ഇല്ലാതെ വന്നപ്പോൾ നമുക്ക് ആ പടത്തിൻ്റെ ആ ഒരു ഗ്രാഫ് അതേപടി താന്ന് വന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ഐ ഫീൽ സോ മൊത്തത്തിൽ ഈ പടം എനിക്കൊരു ആവറേജ് ഫീലാണ് തന്നത്. കാരണം എന്താ വെച്ചാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും പടത്തിൻ്റെ സ്ക്രിപ്റ്റിൽ അവിടെ ഇവിടെയും കുറച്ച് പാളിച്ച പറ്റിയ പോലെ തോന്നി. നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇത് പടം തുടക്കം തന്നെ നമ്മൾ കണ്ടതാകുമ്പോൾ നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. കാരണം ഓക്കെ, സെക്കൻഡ് ഹാഫിൽ ഇവർ എന്തോ വലുത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മൈൻഡാണ് ഇവർ കൊണ്ട് നിർത്തുക. പക്ഷേ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഈ സ്റ്റോറി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയേ ഉള്ളോ? ഇതായിരുന്നോ ഇവർ ഫസ്റ്റ് ഹാഫിൽ നമുക്ക് തന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്ക് എന്ന് തോന്നിപ്പോവും. അപ്പോൾ അവിടെ ആ ഒരു ചെറിയ ഇതാണ് പടത്തിന് എനിക്കൊരു ആവറേജ് ഫീലാണെന്ന് ഞാൻ പറയാനുള്ള കാരണം. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ, പുള്ളിയുടെ കുറേ നാളുകൾക്ക് ശേഷമുള്ള എന്താ പറയുക, കിടിലൻ ആക്ഷൻസും കുറച്ച് ഫൈറ്റ് സീൻസും ഉണ്ട്. പുള്ളി ഇതിനകത്തൊരു സാധാരണക്കാരനൊരു വേഷമാണ്. അത് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാർവതി പാർവതിയും കൊടുത്ത വേഷം നന്നായിട്ട് ചെയ്തു. പിന്നെ ഇതിനകത്ത് പുള്ളിയുടെ ലൈക്ക് പൃഥ്വിരാജിൻ്റെ മക്കളായിട്ട് അഭിനയിച്ച 2 കുട്ടികളുണ്ട്. അവരും നല്ല രീതിയിലുള്ള ഒരു പെർഫോം തന്നെയായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ വേറൊരു കുറച്ച് പോസിറ്റീവ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയാണ്. നല്ല നല്ല വർക്കായിരുന്നു. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ഒരു ചെറിയൊരു കാർ ചേസ് സീനൊക്കെ ഉണ്ട്. അതിനകത്തുള്ള കൊടുത്തിരിക്കുന്ന മ്യൂസിക്കും ബീജിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫർ ദിനേശ് പുരുഷോത്തമൻ കൊള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ എഡിറ്റർ രമേഷ് എംപി, പുള്ളിയുടെ വർക്കും ഈ പടത്തിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പടത്തിൽ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് അമിത് ജോയ് ബാസ്റ്റിൻ, ആക്ഷൻ കൊറിയോഗ്രാഫർ അമിത് ജോയ് ബാസ്റ്റിൻ, യാനിക് ബെൻ, കലായ് കിങ്സൺ, കാർത്തിബൻ രാജ്കുമാർ. അടിപൊളിയായിരുന്നു. കാരണം പൃഥ്വിരാജ് എന്ന നടനെ ഒരുപാട് നാളുകൾക്ക് ശേഷം
എന്താ പറയുക, കുറേ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് സീൻസും ആക്ഷൻ സീക്വൻസൊക്കെ പുള്ളി ഇതിനകത്ത് നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇതൊക്കെയാണ് ഇതിൻ്റെ പോസിറ്റീവ് തിങ്സ്. സോ നിങ്ങൾക്ക് ആഹ്, പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം പടം. സോ ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ്. ആം, അപ്പം ഇതൊക്കെയാണ് നോബഡി. മൊത്തത്തില് പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ഫീലാണ്. ആ സെക്കൻഡ് ഹാഫിലുള്ള ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് പാളിച്ചകളും കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പടം കൊള്ളാം. ആഹ്, സോ ഇതാണ് നോബഡി നോബഡി എന്ന് പറയുന്ന പടത്തെ പറ്റിയുള്ള എൻ്റെ ഒപ്പീനിയൻ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.